ഹലോ എവ്രി വൺ. നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് ആ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഇതുവരെ ഉള്ളത് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാവുക. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളായിരുന്നു പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണം. എന്താണ് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണം? ചിത്രം 2.11 കാണുന്നത് പോലെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ജനലിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിച്ചു നോക്കും. ഇവിടെ എന്താണ്, ഒരു ജനലുണ്ട്, ഈ കുട്ടിയുടെ കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്, ഇവിടെ ഒരു സ്ക്രീനും ഉണ്ട് അല്ലെ. ഈ കുട്ടി എന്താ, ഈ ഒരു ലെൻസ് ഉപയോഗിച്ച് ഈ ജനലിന്റെ പ്രതിബിംബം ഈ സ്ക്രീനിൽ പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. സാധിക്കുന്നുണ്ടോ? നിരീക്ഷണ ഫലങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുക. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ലൈറ്റ് പാരലായിട്ട് സമാന്തരമായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് നമുക്കതിനെ സംരചിപ്പിക്കാനായിട്ട് പറ്റും അല്ലെ. സംരചിപ്പിക്കാനായിട്ട് പറ്റും. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഈ ഒരു ഫോക്കസിൽ നമ്മളൊരു സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നമുക്ക് ഏത് രൂപത്തിൻ്റെ ആണോ നമ്മൾ പ്രതിബിംബം സൃഷ്ടിച്ചത് അതിൻ്റെ ബിംബം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അല്ലെ. ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പക്ഷെ ഇതേ സംഭവം തന്നെ നമ്മളൊരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ സമാന്തരമായി പോയിക്കൊണ്ടിരുന്ന പ്രകാശരശ്മികൾ എന്താ ചെയ്യുന്നത്? വിഭ്രജിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. എന്താണ്? വിഭ്രജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വിഭ്രജിച്ച് പോവുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രീനിൽ ഇവിടെ ഒരു മരമാണുള്ളതെങ്കിൽ ഈ മരത്തിന്റെ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ കിട്ടില്ല അല്ലെ. എന്ത് ചെയ്യണം നമ്മൾ? ഇതിനെ നമ്മളൊന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടി വരക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് പോയിന്റ് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിനെയായിരുന്നു നമ്മൾ ഫോക്കസ് എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലെ. ഈ ഒരു പോയിന്റിൽ വെച്ച് ലൈറ്റ് വിഭ്രജിച്ച് പോകുന്നതായിട്ടാണ് നമുക്ക് കോൺകേവ് ലെൻസിൽ കാണാനായിട്ട് പറ്റുക. അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനെ ഈ ഒരു കോൺവെക്സ് ലെൻസിന് പകരം കോൺകേവ് ലെൻസ് ആണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ ഇമേജ് കിട്ടില്ല അല്ലെ. സ്ക്രീനിൽ ഇമേജിനെ കിട്ടില്ല. കാരണം എന്താണ്? കോൺകേവ് ലെൻസ് വിഭ്രജിപ്പിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. ഏത് ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് സ്ക്രീനിൽ പ്രതിബിംബം രൂപീകരിക്കുവാൻ കഴിഞ്ഞത്? ഏത് ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് കഴിഞ്ഞത്? കോൺവെക്സ് അല്ലെ. എന്താണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് പ്രതിബിംബം രൂപീകരിക്കാനായിട്ട് പറ്റിയത്. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന അല്ലെ, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ബിംബങ്ങളാണ് എന്ത്? യഥാർത്ഥ പ്രതിബിംബങ്ങൾ, റിയൽ ഇമേജസ് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? റിയൽ ഫോക്കസ് എന്നാണ് അല്ലെ. യഥാർത്ഥ ഫോക്കസ് എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ഒന്നാമത് എല്ലാ പ്രകാശരശ്മികളും ഒരു പോയിന്റിലേക്ക് സംരചിക്കുന്നുണ്ട്. കൂടാണ്ട് ഈ സംരചിക്കുന്ന പോയിന്റിൽ നമ്മളൊരു സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ടും പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ, ഈ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ബിംബങ്ങൾ എന്താണ്? റിയൽ ഇമേജസ് ആണ് അല്ലെ. യഥാർത്ഥ പ്രതിബിംബങ്ങൾ ആണ്. അങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന പ്രതിബിംബങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. എന്താണ്? യഥാർത്ഥ പ്രതിബിംബങ്ങൾ. അതുപോലെ യഥാർത്ഥ പ്രതിബിംബങ്ങളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മരത്തിന്റെ ഇമേജ് സ്ക്രീനിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട്. ഇവിടെ എന്താ, നേരെ നിൽക്കുന്ന ഒരു മരമാണ് അല്ലെ. പക്ഷെ ഈ മരം ഈ ലെൻസിലൂടെ കടന്നു പോയി സ്ക്രീനിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തല കുത്തനെ ആയിട്ടാണ് അല്ലെ. എങ്ങനെ? തല കുത്തനെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റിയൽ ഇമേജസിന്റെ വേറെ പ്രത്യേകത എന്താണ്? ഒന്ന്, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതിന് റിയൽ ഇമേജസ് അല്ലെ, യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയാം. പിന്നെ എന്താണ്? അത് തല കുത്തനെയാണ് ഉണ്ടാവുക അല്ലെ. എന്താണ്? തല കീഴായിട്ടാണ് ഉണ്ടാവുക അല്ലെ.
യഥാർത്ഥ പ്രതിബിംബങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. അതിന്റെ ഒരു ഉദാഹരണമാണ് ക്യാമറയിൽ ലഭിക്കുന്നത്, പിന്നെ സിനിമാ സ്ക്രീനിൽ രൂപപ്പെടുന്നത്, പിന്നെ നമ്മളുടെ കണ്ണിന്റെ റെറ്റിനയിൽ ഉണ്ടാവുന്നതും എന്താണ്? റിയൽ ഇമേജസ് ആണ്, യഥാർത്ഥ പ്രതിബിംബങ്ങൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോൺവെക്സ് ലെൻസിന് 2 ഫോക്കസ് ഉണ്ട് അല്ലേ? ഒരു കോൺവെക്സ് ലെൻസിന് എന്തുണ്ട്? 2 ഫോക്കസ് ഉണ്ട്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സോറി, ഒരു മിനിറ്റ്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലൈറ്റ് ഒക്കെ സംരചിക്കുന്ന ഒരു പോയിന്റിനെയാണ് അല്ലെ നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നടുഭാഗമാണ് ഒപ്റ്റിക് സെന്റർ അല്ലെ, ഒപ്റ്റിക്കൽ സെന്റർ. പിന്നെ എന്താണ്? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എഫ് ഉണ്ട് അല്ലെ, ഫോക്കസുകളുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും അല്ലെ. ഇതേ സെയിം ദൂരം തന്നെ ഇപ്പുറവും ഉണ്ട്, ഇതേ സെയിം ദൂരം തന്നെ ഏകദേശം എഫിന്റെ ഇപ്പുറവും ഉണ്ട്. ഇതിനെ നമ്മൾ 2F എന്നാണ് വിളിക്കുക. എന്താണ്? 2F എന്നാണ് വിളിക്കുക. ഈ സെയിം ദൂരം ഇപ്പുറവും അതായത് 2F, അതായത് ഫോക്കസിന്റെ ഇരട്ടി അല്ലെ, ഫോക്കസിന്റെ ഇരട്ടി. ഇവിടുന്ന് ഇവിടത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോക്കസിന്റെ ഇരട്ടി ദൂരം അല്ലെ, അതാണ് 2F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുള്ള പ്രതിബിംബ രൂപീകരണം. പ്രകാശ സ്രോതസ്, ഫോക്കസ് ദൂരം കണ്ടെത്തിയ കോൺവെക്സ് ലെൻസ് സ്റ്റാൻഡ്, സ്ക്രീന് എന്നിവ ചിത്രത്തിലുള്ളതുപോലെ ക്രമീകരിക്കുക. ലെൻസിന്റെ ഇരുവശത്തും പരീക്ഷണം ചെയ്യുന്ന പ്രതലത്തിൽ Fഉം 2Fഉം അളന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു എന്തുണ്ട്? മെഴുകുതിരിയുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രീനുമുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്തടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്? Fഉം 2Fഉം അടയാളപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. Fഉം 2Fഉം ഈ ഒരു ബോർഡിൽ ടേബിളിൽ നമ്മൾ അടയാളപ്പെടുത്തുക. Fഉം 2Fഉം അടയാളപ്പെടുത്താം. ഈ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും ഫോക്കസ് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഒരു ലെൻസിന്റെ നടുമുതൽ അല്ലെ, ഒപ്റ്റിക് സെന്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു സജ്ജീകരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ ലഭിക്കണം. അതിനാൽ ഈ പരീക്ഷണത്തിൽ പ്രകാശ സ്രോതസ്സിനെ വസ്തുവായി ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ, ഈ മെഴുകുതിരിയാണ് നമ്മൾ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? ഈ ഒരു പ്രകാശത്തിനെയാണ് നമ്മൾ ഈ ലെൻസിലൂടെ കടന്നു പോയിട്ട് ഈ ഒരു സ്ക്രീനിൽ പ്രതിബിംബമായിട്ട് ആക്കുന്നത്. ആദ്യം വസ്തുവിനെ പ്രകാശ സ്രോതസ് 2Fനും അപ്പുറം വെച്ച് സ്ക്രീനിന്റെ സ്ഥാനം ക്രമീകരിച്ച് വ്യക്തമായ പ്രതിബിംബം രൂപീകരിക്കുക. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് ചുവടെ നൽകിയ പട്ടികയിൽ രേഖപ്പെടുത്തുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ 2F എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ടേബിളിൽ, ആദ്യം 2Fലേക്ക് ഈ വസ്തുവിനെ വെക്കുന്നത്. ഈ വസ്തുവിനെ 2Fൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താ? ഒരു സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജ്, അതായത് പ്രതിബിംബം സ്ക്രീനിൽ എത്തിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്കിപ്പോ നിവർത്തിയില്ല ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്താ, നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി, അതായത് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ 1, 2, 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചിത്രങ്ങളിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാം. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പാതാ ചിത്രീകരണം. ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ആ ലെൻസിലൂടെ വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ ഉള്ള ചിത്രീകരണമാണ് ഈ 2-3 ചിത്രത്തിൽ ഉള്ളത്. ചിത്രം 2.13 ABC നിരീക്ഷിച്ച് A എന്ന ബിന്ദുവിൽ നിന്ന് വ്യത്യസ്ത പാതയിൽ കോൺവെക്സ് ലെൻസുകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയുടെ വിശദാംശം പട്ടികയിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ചിത്രം ഞാനൊന്ന് മാറ്റി വരച്ച് കാണിച്ചു തരാം. ഈ ഒരു 3 ചിത്രം അല്ലെ, ഈ 3 ചിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ്
ഒരു ലെൻസ് വരച്ചു ഇതെന്തുണ്ടാവും, ഒപ്റ്റിക് സെന്റർ ഉണ്ടാവും അല്ലേ, ഒപ്റ്റിക് സെന്റർ ഉണ്ടാവും. പിന്നെ എന്താ, ഫോക്കസ് ഉണ്ട് അല്ലേ, ഫോക്കസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, 2F ഉണ്ട് അല്ലേ, രണ്ട് ഭാഗത്തും 2F ഉണ്ട്. ഇനി എന്താ, ഇവിടുന്ന് ലൈറ്റ് വന്ന് ഇടിക്കുന്നു അല്ലെ. ലൈറ്റ് എങ്ങനെയാ വന്ന് ഇടിക്കുന്നത്, സമാന്തരമായിട്ട് അല്ലെ, സമാന്തരമായിട്ട് ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഏതിലൂടെയാണ് കടന്നു പോവാ, ഫോക്കസിലൂടെയാണ് കടന്നു പോവാന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? എന്താണ്, കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് കൺവേർജ് ചെയ്യുന്നു അല്ലെ, സംവ്രജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ആര്, ഫോക്കസ് അല്ലെ. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഫോക്കസിൽ ഒരു സ്ക്രീനിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിൽ ചിത്രം കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പൊ കുറേ പ്രകാശരശ്മികൾ ഉണ്ട് അല്ലെ, കുറേ പ്രകാശരശ്മി ഉണ്ട്. നമുക്ക് ഒറ്റൊരു പ്രകാശരശ്മിനെ മാത്രം വരച്ച് നോക്കാം. ഒറ്റൊരു പ്രകാശരശ്മി മാത്രം വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലെൻസിലേക്ക് വന്ന് ഇടിക്കുന്നുണ്ട്, അപ്പൊ എഫും 2F ഒക്കെ ഉണ്ട്, എഫും 2F ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു രശ്മി വന്ന് ഇടിച്ച്, അപ്പൊ ഇതെങ്ങനെ പോവും, ഫോക്കസിലൂടെ കടന്നു പോവും അല്ലേ, ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചൊരു കാര്യം. എന്താണ്, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അല്ലെ, ഒപ്റ്റിക് ആക്സിസ് ഉണ്ടല്ലോ അല്ലെ, പ്രകാശിക, ഇതിന്റെ മലയാളം എന്തായാലും ഒപ്റ്റിക് ആക്സിസിന്റെ മലയാളം, ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒപ്റ്റിക് ആക്സിസിന്റെ മലയാളം, ഒപ്റ്റിക് ആക്സിസ് പ്രകാശിക അക്ഷം അല്ലെ, പ്രകാശിക അക്ഷം. ഇതിപ്പോ ഞാൻ പഠിച്ചിട്ട് ഓക്കെ അത് വിട് അല്ലെ. ഓക്കെ, പ്രകാശിക അക്ഷം. ഇതിപ്പോ നോക്ക്, ലൈറ്റ് എങ്ങനെയാ വരുന്നത്, സമാന്തരമായിട്ട് അല്ലെ. എന്തിനു സമാന്തരമായിട്ട്, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അങ്ങനെ പ്രകാശം സമാന്തരികമായിട്ട്, പ്രകാശിക അക്ഷത്തിന് സമാന്തരികമായിട്ട് വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഏതിലൂടെയാ കടന്നു പോകുന്നത്, ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതിലൂടെയാ കടന്നു പോകുന്നത്, ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഫസ്റ്റ് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തത് നമ്മളുടെ പ്രകാശിക കേന്ദ്രമുണ്ട് നടുവില്, പിന്നെ എന്താണ്, ഫോക്കസ് ഉണ്ട് അല്ലെ, ഫോക്കസ് ഉണ്ട്, 2F ഉണ്ട്, F ഉണ്ട് അല്ലെ, ഫോക്കസും ഉണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രകാശം ഫോക്കസിലൂടെ കടന്നു പോവാണ് എന്ന് വിചാരിക്കും. എന്താണ്, പ്രകാശം ഫോക്കസിലൂടെ കടന്നു പോവാണെങ്കിൽ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് കടന്നു പോവുക. എന്താണ്, ഫോക്കസിലൂടെയാണ് വരുന്നതെങ്കിൽ, പ്രകാശം വരുന്നത് ഫോക്കസിലൂടെയാണെങ്കിൽ കടന്നു പോകുന്നത് സമാന്തരമായിട്ട്, എന്തിനു സമാന്തരമായിട്ട്, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് കടന്നു പോവുക. ഇനി ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശിക കേന്ദ്രമുണ്ട് അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ, ലൈറ്റ് വന്ന് ഇടിച്ചത് പ്രകാശിക കേന്ദ്രത്തിലാണെങ്കിൽ ലൈറ്റ് തിരിച്ചു പോകുന്നത് ഏതിലൂടെ തന്നെയായിരിക്കും, പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മൂന്ന് കാര്യങ്ങൾ എന്താ, ഫോക്കസിലൂടെയാ വരുന്നതെങ്കിൽ സമാന്തരമായിട്ട് പോവും, സമാന്തരമായിട്ടാ വരുന്നതെങ്കിൽ ഫോക്കസിലൂടെ പോവും. ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെയാ പോകുന്നതെങ്കിൽ അതിലൂടെ തന്നെ തിരിച്ചു പോകും. അപ്പൊ ഈ മൂന്ന് കാര്യം പഠിച്ചു വെക്കണം കേട്ടോ. ഫോക്കസിലൂടെയാണെങ്കിൽ സമാന്തരമായിട്ടാണെങ്കിൽ ഫോക്കസിലൂടെ, ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെ ആണെങ്കിൽ അതിലൂടെ തന്നെ തിരിച്ചു പോകും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ, എന്താണ് ഇമേജ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ പ്രതിബിംബ രൂപീകരണം നോക്കാനായിട്ട് പോകുന്നത്. ഈ ഞാനിപ്പോൾ വരച്ച മൂന്ന് ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് നോക്ക്, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ലൈറ്റ് വന്ന് ലെൻസിലേക്ക് വീണ്, അപ്പൊ എന്താ, ഫോക്കസിലൂടെയാണ് കടന്നു പോയിട്ട് ഉള്ളത് അല്ലെ, ഫോക്കസിലൂടെ കടന്നു പോയിട്ട് ഉണ്ട്. ഇനി അടുത്തത് ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെ ലൈറ്റ് വന്ന് ഇടിച്ചപ്പോൾ എങ്ങനെയാണ്, അതിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. ലാസ്റ്റ് വൺ, തേർഡ് വൺ എങ്ങനെയാ, ഫോക്കസിലൂടെ കടന്നു പോയിട്ടുള്ളത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രതിബിംബ രൂപീകരണത്തിന്റെ ചിത്രങ്ങൾ വരക്കാനായിട്ട് പറ്റും. ഒരു ബിന്ദുവിൽ നിന്ന് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി ഒരു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി,
അല്ലെ? അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു അല്ലെ? മറുവശത്ത് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? മുഖ്യ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രശ്മി. പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രശ്മി എങ്ങനെയാ? പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെയാണ് മറ്റേ ഭാഗത്ത് അല്ലെ, മറുവശത്തിലും കടന്നു പോവുക അല്ലെ. അടുത്തത്, വസ്തുവിന്റെ അതേ വശത്തുള്ള ഫോക്കസിലൂടെ കടന്ന് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അല്ലെ. ഇവിടെ ഫോക്കസിലൂടെ കടന്ന് ലെൻസിൽ പതിക്കുന്ന രശ്മി എങ്ങനെയാ പോകുന്നത്? പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് മറുവശത്തേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. വസ്തുവിലെ ഒരു ബിന്ദുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മി ലെൻസിലെ ഏത് ബിന്ദുവിലൂടെ കടന്നു പോയാലും പ്രകാശരശ്മികളുടെ പാത അപവർത്തന നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും അല്ലെ. എന്താണ് ഇവിടെ ഇപ്പോൾ ലൈറ്റ് വന്ന് തട്ടി അല്ലെ, ഏത് ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാലും, ലെൻസിലെ ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാലും അത് ഏത് നിയമത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക? അപവർത്തന നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ചിത്രം 2.14 നിരീക്ഷിച്ചതിൽ നിന്നും വിവിധ പാതകളിലൂടെ കടന്നുപോയ പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായി കാണുന്നില്ലേ? നോക്ക്, ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് പ്രകാശരശ്മി വരുന്നത് അല്ലെ. ആ പ്രകാശരശ്മി സമാന്തരമായിട്ട് പോയി എഫിലൂടെ കടന്നുപോയി. ഇവിടെയോ ഏതിലൂടെ കടന്നുപോയി? പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നുപോയി അങ്ങ് പോയി. പിന്നെ എഫിലൂടെ കടന്നിട്ട് സമാന്തരമായിട്ട് പോയി. ഇനി ഈ 3 ആൾക്കാരും ഒരേ പോയിന്റിലല്ലേ വന്ന് ഇടിച്ചിട്ടുള്ളത് അല്ലെ. 3 ആൾക്കാരും ഒരേ പോയിന്റിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്തെന്നാ? നമ്മളുടെ കോൺവെക്സ് ലെൻസ് സംവ്രജിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? സംവ്രജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംവ്രജിക്കുന്ന പോയിന്റിൽ നമ്മളൊരു സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇമേജ്, പ്രതിബിംബം കാണാനായിട്ട് പറ്റും. അതിനാൽ ഡിയിൽ എയുടെ പ്രതിബിംബം ഉണ്ടാകുന്നു. അതുപോലെ വസ്തുവിൻ്റെ ഏതൊരു ബിന്ദുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളുടെ സംഗമ സ്ഥാനത്തായിരിക്കും വസ്തുവിലെ ആ ബിന്ദുവിൻ്റെ പ്രതിബിംബം ലഭിക്കുന്നത് അല്ലെ. ഇവിടെ എ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിൽ നിന്നാണ് പ്രകാശരശ്മി വരുന്നത്. ആ പ്രകാശരശ്മി വന്ന് നമ്മൾ ഒരു പോയിന്റിലേക്കാണ് സംരചിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ എ എന്ന് പറയുന്ന വസ്തുവിന്റെ പ്രതിബിംബം ഡിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപവർത്തന രശ്മികളുടെ സംഗമ സ്ഥാനത്ത് ഒരു സ്ക്രീൻ വെച്ചാൽ അവിടെ പ്രതിബിംബം ദൃശ്യമാകുന്നു അല്ലെ. ഇവിടെ എന്താണ്? സംഗമസ്ഥലം അല്ലെ. സംഗമസ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭ്രജിച്ച സ്ഥലം ഇല്ലേ ഇവിടെ നമ്മളൊരു സ്ക്രീൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രതിബിംബം കാണാനായിട്ട് പറ്റും. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വസ്തു വയ്ക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നതിന്റെ രേഖാചിത്രം വരച്ച് പൂർത്തിയാക്കും. പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളും കണ്ടെത്തും. ഇനിയാണ് നമ്മൾ ഓരോരോ സ്ഥലത്തും വസ്തുക്കളെ കൊണ്ടുവന്ന് വെച്ച് എവിടെയൊക്കെയാണ് പ്രതിബിംബം ഉണ്ടാവുന്നത് എന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു ടേബിള് ഫില്ലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ടേബിളാണ് നമ്മളിനി ഫില്ലാക്കാനായിട്ട് പോകുന്നത്. ഈ ടേബിൾ ഫില്ലാക്കുന്നതിന് മുന്നേ നമുക്ക് 3 കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 3 കാര്യം എന്തായിരുന്നു? ഫോക്കസിലൂടെ പോകുന്നത് സമാന്തരമായിട്ട് പോകും അല്ലെ. പിന്നെ സമാന്തരമായിട്ട് വരുന്നത് ഫോക്കസിലൂടെ കടന്നു പോകും. ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രത്തിലൂടെ വരുന്നത് പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നു പോകും. ഈ 3 കാര്യം മനസ്സിൽ ഓർമ്മിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. വസ്തുവിന്റെ സ്ഥാനം, പ്രതിബിംബത്തിന്റെ സ്ഥാനം, പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ, ഇതൊക്കെയാണ് ഉള്ളത്. ആദ്യം വസ്തുവിന്റെ സ്ഥാനം എവിടെയാ? 2Fന് അപ്പുറം. എവിടെയാണ്? 2Fന് അപ്പുറം. അതാണിത്. വസ്തു 2Fന് അപ്പുറമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഞാനിവിടെ വേറൊരു ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് എന്ത് ലെൻസ് ആണുള്ളത്? ഒരു കോൺവെക്സ് ലെൻസ് ആണ് ഉള്ളത് അല്ലെ. ഒരു കോൺവെക്സ് ലെൻസ് ആണുള്ളത്. എന്തൊക്കെയുണ്ട്? ഒരു പ്രകാശിക കേന്ദ്രമുണ്ട്, ഫോക്കസ് ഉണ്ട് അല്ലെ. 2 ഫോക്കസ് ഉണ്ട് അല്ലെ. എഫും 2Fും അല്ലെ. ഫോക്കസ് വരച്ചു. ഇനി എന്താണ്? വസ്തു 2Fന് അപ്പുറം. ഇതാണ് ആദ്യത്തെ കേട്ടോ. ഏതാണ്? വസ്തു 2Fന് അപ്പുറം. 2Fന് അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. 2Fൽ നിന്ന് അപ്പുറത്തേക്കാണ് വസ്തുവിനെ വെച്ചത്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ലൈറ്റ് പോവല്ലോ അല്ലെ. ലൈറ്റ് പാരലൽ, സമാന്തരമായിട്ട് പോകുന്ന ലൈറ്റ് ഏതിലൂടെയാണ് കടന്നു പോവുക? സമാന്തരമായിട്ട് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി പോയിക്കൊണ്ടിരുന്ന ലൈറ്റ് ഏതിലൂടെ കടന്നു പോകും?
ഫോക്കസിലൂടെ കടന്ന് പോവും അല്ലേ. നിങ്ങൾ സ്കെയില് വെച്ച് തന്നെ വരക്കണേ. ഞാനിത് സ്കെയിലൊന്നും ഇല്ലാണ്ട് സാധാ ബോർഡിൽ പെന്ന് കൊണ്ട് എഴുതുമ്പോൾ കുറച്ച് വളഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ആക്യുറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സ്കെയില് വെച്ച് തന്നെ വരക്കണം കേട്ടോ. അപ്പോൾ സമാന്തരമായിട്ട് പോയത് ഫോക്കസിലൂടെ പോയി. ഇനി അടുത്ത ഏതിലൂടെയാണ് പോകുന്നത്? ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നത്. വളഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സ്കെയിൽ വെച്ച് വരക്കണേ. ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നത് കടന്നു പോയി അല്ലെ. അപ്പൊ എന്താ, ഈ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? എവിടെയാണോ രണ്ട് ലൈറ്റ് റേസ്, എവിടെയാണോ രണ്ട് പ്രകാശിക കിരണങ്ങൾ വന്ന് മുട്ടിയത്, അവിടെയാണ് നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവുന്നത്. ഏതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് പ്രതിബിംബം ഉണ്ടായത്? എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ അല്ലെ. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത് അല്ലെ. എവിടെ വെച്ചപ്പോൾ? ഒബ്ജക്റ്റ്, വസ്തുവിനെ എവിടെയാ വെച്ചത്? 2Fൻ്റെ അപ്പുറം അല്ലെ. അപ്പോൾ വസ്തുവിനെ 2Fൻ്റെ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെയാണ് ഉണ്ടായത്? എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഇമേജ് ഉണ്ടായിട്ടുള്ളത് എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്? എന്താ? തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലെ. ശരിക്കും നമ്മളുടെ ഒബ്ജക്റ്റ് എങ്ങനെയായിരുന്നുള്ളത്? നേരെയായിരുന്നു അല്ലെ ഉള്ളത്. നേരെയായിരുന്നു നമ്മളുടെ ഒബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഒബ്ജക്റ്റ് നേരെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മളുടെ പ്രതിബിംബം എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? തല കീഴായിട്ട് അല്ലെ. തല കീഴായിട്ട്. ഇങ്ങനെയാണെങ്കിൽ തല കീഴായിട്ടാണ് നമുക്ക് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് വസ്തുവിനെയും ഈ ഒരു പ്രതിബിംബത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനേക്കാളും ചെറുതാണ് ഇത് അല്ലെ. അതിനർത്ഥം എന്താ? വസ്തുവിനേക്കാൾ ചെറുതായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നത് നമുക്ക് യഥാർത്ഥമായ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ യഥാർത്ഥമായ ഫോക്കസ് ആണ് കോൺവെക്സ് ലെൻസിനുള്ളത്. യഥാർത്ഥമായ ബിംബങ്ങളെയാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനാവുന്നത് അല്ലെ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതിന് നമ്മൾ യഥാർത്ഥമായെന്ന് പറയും അല്ലെ. അപ്പോൾ ഈ ഒരു വസ്തു 2Fനപ്പുറം വെച്ചപ്പോൾ നമുക്ക് പ്രതിബിംബം ഏതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് കിട്ടിയത്? എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ടാണ് കിട്ടിയത്. ഇമേജ്, പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? തല കീഴായിട്ടാണ്, ചെറുതാണ്, യഥാർത്ഥവും ആണ്. അപ്പോൾ ഇതാണ് വസ്തു 2Fനപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ കേസാണ് വസ്തു 2Fൽ അല്ലെ. വസ്തുവിനെ എവിടെയാ വെച്ചിട്ടുള്ളത്? 2Fലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2Fൽ വസ്തുവിനെ വെച്ചിട്ടുണ്ട്. ഈ വസ്തുവിൽ നിന്നും വരുന്ന ഒരു രശ്മി ഏതിലൂടെ കടന്നു പോകുന്നുണ്ട്? പ്രകാശിക കേന്ദ്രം വഴി കടന്നു പോകുന്നുണ്ട് അല്ലെ. പ്രകാശിക കേന്ദ്രത്തിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ എന്ത് ചെയ്യും? കടന്നു പോകും. നിങ്ങൾ സ്കെയില് വെച്ച് തന്നെ വരക്കണം കേട്ടോ. ഞാൻ ഇവിടെ ബോർഡിൽ പെന്ന് വെച്ച് വരക്കുന്നതുകൊണ്ട് വളഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായും സ്കെയില് തന്നെ വെച്ച് വരക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് ഇമേജ് ഒക്കെ കിട്ടുള്ളൂ. ഒന്ന് ഒപ്റ്റിക് സെന്റർ അല്ലെ. പ്രകാശിക കേന്ദ്രത്തിൽ വന്ന് മുട്ടിയ പ്രകാശം ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നുപോയി. അടുത്തത് സമാന്തരമായിട്ട് അല്ലെ. സമാന്തരമായി വന്നിടിക്കുന്നത് ഫോക്കസിലൂടെയാണ് കടന്നുപോകുക അല്ലെ. എവിടെയാണ്? ഫോക്കസിലൂടെ കടന്നുപോകും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് രണ്ട് പ്രകാശ കിരണങ്ങൾ മുട്ടിയിട്ടുള്ളത് അല്ലെ. എവിടെ വെച്ചാണ് മുട്ടിയിട്ടുള്ളത്? 2Fൽ വെച്ചാണ് മുട്ടിയിട്ടുള്ളത്. എവിടെ വെച്ചാണ് മുട്ടിയിട്ടുള്ളത്? 2Fൽ വെച്ചാണ് മുട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു വസ്തുവിനെ 2Fൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ബിംബം കിട്ടുക? പ്രതിബിംബം കിട്ടുക? പ്രതിബിംബവും 2Fൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ നോക്കാം. എങ്ങനെയാ? തല കീഴായിട്ടാണുള്ളത് അല്ലെ. തല കീഴായിട്ടാണുള്ളത്. യാഥാർത്ഥ്യമാണ് അല്ലെ. യഥാർത്ഥമാണ്. തല കീഴായിട്ടാണുള്ളത്. പിന്നെയോ, ഇവിടെ ഞാൻ എൻ്റെ
സ്കെയിലൊന്നും വെച്ച് വരക്കാത്തത് കൊണ്ടാണ് ഇമേജ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാത്തത്. സ്കെയിൽ വെച്ച് വരക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക കേട്ടോ. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിലാണ് ഇമേജ് ഇവിടെയും കിട്ടുക. അപ്പോൾ ഇമേജിൻ്റെ സൈസ്, പ്രതിബിംബത്തിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും കേട്ടോ. ഇതിൻ്റെയും സൈസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, ഒരേപോലെയുള്ള ആയിരിക്കും. അപ്പം നിങ്ങൾ സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ, നിർബന്ധമായിട്ട് സ്കെയിൽ തന്നെ വെച്ച് വരക്കണം. ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ അങ്ങ് വരച്ച് വിട്ടാൽ പോരാ കേട്ടോ. വെറുതെ വരച്ച് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വരച്ചതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് സ്കെയിൽ വെച്ച് നിർബന്ധമായിട്ടും വരക്കുക. ഇപ്പം ഏകദേശം അല്ലേ, ഏകദേശം കൂട്ടിമുട്ടി. അപ്പോൾ ഇങ്ങനെ ഓക്കെ. എന്താണ് എഫിൻ്റെയും 2Fലാണ് വസ്തുവിനെ വെക്കുന്നതെങ്കിൽ 2Fൽ തന്നെയാണ് നമുക്ക് എന്തിനെ കിട്ടുക? പ്രതിബിംബത്തിന് കിട്ടുക. തല കീഴായിട്ടായിരിക്കും, യഥാർത്ഥമായിരിക്കും, വസ്തുവിൻ്റെ അതേ സൈസിൽ തന്നെയായിരിക്കും അല്ലേ, വസ്തുവിൻ്റെ അതേ സൈസിൽ തന്നെയായിരിക്കും പ്രതിബിംബവും കിട്ടുക. അപ്പം ഇത് 2 കേസായിട്ടോ. ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. വസ്തു 2Fനും Fനും ഇടയിൽ, വസ്തുവിനെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? 2Fൻ്റെയും Fൻ്റെയും ഇടയിലായിട്ടാണ് വസ്തുവിനെ വെച്ചിട്ടുള്ളത്. വസ്തുവിനെ Fൻ്റെയും 2Fൻ്റെയും ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രമുണ്ട്, ഫോക്കസ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ, ഫോക്കസ് ഒക്കെ ഉണ്ട്. എവിടെയാ വസ്തുവിനെ വെച്ചിട്ടുള്ളത്? Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ. Fൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് ആര് വെച്ചിട്ടുള്ളത്? വസ്തുവിനെ വെച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് സമാന്തരമായിട്ടൊരു ലൈറ്റ് പോകുമല്ലോ അല്ലെ, സമാന്തരമായിട്ട് പോകുന്ന ലൈറ്റ് ഫോക്കസിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്തതോ, പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകും അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നു പോകും. എന്നിട്ടോ ഇത് ഏതോ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും അല്ലെ, ഏതോ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമുക്ക് ആരുണ്ടാവുക? പ്രതിബിംബം ഉണ്ടാവുക അല്ലെ, പ്രതിബിംബം അവിടെയാണ് ഉണ്ടാവുക. പ്രതിബിംബം എവിടെയാണ് ഉണ്ടായത്? 2Fന് അപ്പുറം അല്ലെ, എവിടെയാണ് ഉണ്ടായത്? 2Fന് അപ്പുറത്തായിട്ടാണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? തല കീഴായിട്ടാണുള്ളത്, യഥാർത്ഥമാണ്, പിന്നെ എന്താണ്? വസ്തുവിനേക്കാൾ വലിപ്പം കൂടുതലാണ് അല്ലെ, വസ്തുവിനേക്കാൾ വലിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് അല്ലെ. ഒന്നുകൂടി പറഞ്ഞുതരാം. Fൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മളുടെ പ്രതിബിംബം എവിടെയാണ് കിട്ടുക? 2Fൻ്റെ അപ്പുറത്തായിട്ടാണ് കിട്ടുക, വലുതായിട്ടാണ് കിട്ടുക, തല കീഴായിട്ടായിരിക്കും ഉണ്ടാവുക, പിന്നെ എന്താ? യഥാർത്ഥവും ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് 3 കേസസ്. ഇനി നാലാമത്തെ കേസ് നമുക്ക് നോക്കാം. വസ്തു Fൽ, വസ്തുവിനെ എവിടെയാ വെച്ചിട്ടുള്ളത്? Fലാണ് വെച്ചിട്ടുള്ളത്. വസ്തുവിനെ എവിടെയാ വെച്ചിട്ടുള്ളത്? Fലാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വരച്ചു നോക്കാം. Fലുള്ള വസ്തു, ഇത് കോൺവെക്സ് ലെൻസ് ഉണ്ട്, പ്രകാശിക കേന്ദ്രം, ഫോക്കസ് ഉണ്ട്, 2F ഉണ്ട്, 2F ഉണ്ട്. വസ്തുവിനെ ഫോക്കസിൽ Fലാണ് വെച്ചിട്ടുള്ളത്. അപ്പം എന്താ? സമാന്തരമായിട്ടൊരു ലൈറ്റ് പോവും, അത് ഇതിലൂടെ കടന്നു പോവും, ഫോക്കസിലൂടെ കടന്നു പോവും. ഇനി അടുത്തതോ, ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നത് പ്രകാശിക കേന്ദ്രത്തിലൂടെ തന്നെ കടന്നു പോകും അല്ലെ. അപ്പം ഇതെന്താ? ഇതിങ്ങനെ പോവും, ഒരിക്കലും കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇങ്ങനെ അത് പോവും. അപ്പം നമുക്ക് എന്ത് പറയാം? വസ്തു Fലാണെങ്കിൽ എന്താണ്? വസ്തു Fലാണുള്ളതെങ്കിൽ നമുക്ക് പ്രതിബിംബം എവിടെയായിരിക്കും കിട്ടുക? ഇൻഫിനിറ്റിയിലായിരിക്കും അല്ലെ കിട്ടുക. എവിടെയായിരിക്കും നമുക്ക് കിട്ടുക? ഇൻഫിനിറ്റി, ഒത്തിരി ദൂരെ അല്ലെ, ഇൻഫിനിറ്റിയിലായിരിക്കും നമുക്ക് എന്തിനെ കിട്ടുക? പ്രകാശത്തിന്റെ പ്രതിബിംബത്തിനെ കിട്ടുക. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? നന്നായിട്ട് വലുതായിരിക്കും അല്ലെ, വലിപ്പം കൂടിയവയായിരിക്കും, പിന്നെ എന്താണ്? തല കീഴായിട്ടുമായിരിക്കും, പിന്നെ യഥാർത്ഥവും ആയിരിക്കും അല്ലെ, യഥാർത്ഥവുമായിരിക്കും, തല കീഴായിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത കേസ് നോക്കാം നമുക്ക്. അടുത്തത്, കോൺവെക്സ് ലെൻസ് എപ്പോഴും യഥാർത്ഥ പ്രതിബിംബം മാത്രമാണ് രൂപീകരിക്കുന്നത്. എന്താണ്? കോൺവെക്സ് ലെൻസിൽ ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ആരെക്കുറിച്ചാണ്? കോൺവെക്സ് ലെൻസുകളെ കുറിച്ചായിരുന്നു. ഈ കോൺവെക്സ് ലെൻസ് എപ്പോഴും യഥാർത്ഥ പ്രതിബിംബം മാത്രമാണോ രൂപീകരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണോ എന്ന് നമുക്ക് നോക്കാം. അതിനാണ് നമ്മൾ വസ്തു Fനും ലെൻസിനും ഇടയിൽ വെക്കുന്നത്. വസ്തു എവിടെയാണ് വെച്ചിട്ടുള്ളത്? Fനും ലെൻസിനും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. Fനും ലെൻസിനും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക് കേന്ദ്രമില്ലേ, ഒപ്റ്റിക് കേന്ദ്രത്തിൻ്റെയും Fൻ്റെയും ഇടയിലാണ് ആരെ വെച്ചിട്ടുള്ളത്? വസ്തുവിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ വസ്തുവിനെ വെച്ച്, അപ്പോൾ എന്താണ് സംഭവിക്കുക? സമാന്തരമായി പോകുന്ന റേ
ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. അടുത്തത് ഒപ്റ്റിക് കേന്ദ്രത്തിലൂടെ പോകുന്നത് അതിലൂടെ തന്നെ കടന്നു പോകും. ഇനി എന്താ, നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് റേനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടി വരക്കാണ് ചെയ്യുന്നത്, അപ്പൊ ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും, ഈ ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളത് നമുക്കൊരു സ്ക്രീനിൽ ലഭ്യമാക്കാനാവുമോ? ഇല്ല. കാരണം എന്താ, ഇത് യഥാർത്ഥമല്ല, മിഥ്യയാണ് അല്ലെ. യഥാർത്ഥമല്ല, എന്താണ്, മിഥ്യയാണ് അല്ലെ, മിഥ്യയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ, ഓയിനും എഫിനും ഇടയിൽ വെച്ചപ്പോൾ പ്രതിബിംബം എവിടെയാണ് നമുക്ക് കിട്ടിയത്? വസ്തുവിന്റെ അതേ വശത്ത് അല്ലെ, ഏകദേശം വസ്തുവിന്റെ 2Fലല്ല, വസ്തുവിന്റെ അതേ വശത്തേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ, വസ്തുവിന്റെ അതേ വശത്തേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എന്താ, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? നിവർന്നതാണ് അല്ലെ. നേരത്തെ ഒക്കെ തല കീഴായിട്ടായിരുന്നു ഉള്ളത്, ഇതെങ്ങനെയാണുള്ളത്? നിവർന്നിട്ടാണുള്ളത്. യഥാർത്ഥമാണോ? അല്ല. ഇതെന്താണ്? മിഥ്യയാണ് അല്ലെ. യഥാർത്ഥമല്ല, മിഥ്യയാണ്. അപ്പം ഇത്രയുമാണ്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് സ്ക്രീനിൽ കിട്ടൂല അല്ലെ, അപ്പൊ എല്ലായ്പ്പോഴും ഒരു കോൺവെക്സ് ലെൻസ് യഥാർത്ഥ പ്രതിബിംബം മാത്രമാണോ രൂപീകരിക്കുന്നത്? അല്ല. ചിലപ്പോഴൊക്കെ മിഥ്യയായിട്ടുള്ള രൂപങ്ങളും പ്രതിബിംബങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിക്കുക, എന്താ, അതായത് കോൺവെക്സ് ലെൻസ് മിഥ്യ പ്രതിബിംബം എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? എപ്പോഴായിരിക്കും ഉണ്ടാക്കുക? വസ്തു എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ മിഥ്യയായിരിക്കും ഉണ്ടാക്കുക അല്ലെ. ഇവിടെ എന്താണ്, ഈ ഒരു പോയിന്റിൽ വെച്ച് വിഭ്രജിക്കുന്നത് പോലെയാണ് അല്ലെ വരുന്നത്, സംഭ്രജിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമ്മളിങ്ങനെ കൂട്ടി വരക്കുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് സംഭ്രജിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഇത് നമുക്ക് സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല, സ്ക്രീനിൽ കിട്ടൂല. നമ്മളുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, പക്ഷെങ്കിൽ സ്ക്രീനിൽ നമുക്ക് കിട്ടില്ല. അങ്ങനെ സ്ക്രീനിൽ കിട്ടാത്ത പ്രതിബിംബങ്ങളെ നമ്മൾ മിഥ്യ എന്നാണ് വിളിക്കുന്നത്. സ്ക്രീനിൽ കിട്ടുന്നതാണെങ്കിൽ അത് യഥാർത്ഥവും ആയിരിക്കും. ഇവിടെ വസ്തുവിൽ നിന്നും ലെൻസുകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ടോ? വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ അകന്നു പോവുകയല്ലേ ചെയ്യുന്നത് അല്ലെ. ഇവിടെ നിന്ന് എങ്ങനെയാ സംഭവിക്കുന്നത്? വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ എന്താ സംഭവിക്കുന്നത്? അകന്നാണ് അല്ലെ പോകുന്നത്, വിഭ്രജിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു പോയിന്റിലേക്ക് സംഭ്രജിക്കുന്നുണ്ടോ? ഇല്ല, ഒരു പോയിന്റിലേക്ക് സംഭ്രജിക്കുന്നില്ല, പകരം വിഭ്രജിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് വലുതായി കാണാൻ കഴിയുന്നല്ലേ. ഇല്ലേ, ഇവിടെ എന്താണ്, ഈ ഒരു വസ്തുവിന്റെ പ്രതിബിംബം എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? വലുതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത എന്നാൽ കാണാൻ മാത്രം കഴിയുന്ന പ്രതിബിംബം മിഥ്യയാണ്. എന്താ, നമുക്ക് കാണാൻ കഴിയുന്ന പക്ഷെങ്കിൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തവയൊക്കെ എന്താണ്? മിഥ്യയാണ്, വെർച്വൽ ഇമേജസ് ആണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നവയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്തതിനെ നമ്മൾ മിഥ്യയായ പ്രതിബിംബങ്ങൾ എന്നുമാണ് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയൂല, പക്ഷെങ്കിൽ എന്താ, നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഥ്യാ പ്രതിബിംബങ്ങൾ. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ മിഥ്യാ പ്രതിബിംബം എപ്പോഴാണ് ഉണ്ടാവുക? എഫിനും സെന്ററിനും അല്ലെ, എഫിനും ലെൻസിന്റെ ഇടയിലും വെക്കുകയാണെങ്കിൽ നമുക്ക് മിഥ്യാ പ്രതിബിംബമാണ് കിട്ടുക. അതുപോലെ വസ്തുവിനെ എഫിൽ ഫോക്കസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിബിംബം എവിടെയാ കിട്ടുക? നമുക്ക് പ്രതിബിംബം കിട്ടുക ഇൻഫിനിറ്റിയിലാണ് അല്ലെ, വളരെ ദൂരത്തിലാണ് അല്ലെ, അകലെയാണ് നമുക്ക് കിട്ടുക. അതുപോലെ നമ്മൾ ഇൻഫിനിറ്റിയിലാണ് വസ്തുവിനെ വെക്കുന്നതെങ്കിൽ എവിടെയായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുക? അതും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ ആണ്, എന്താ, വസ്തുവിനെ ഇൻഫിനിറ്റി, അതായത് വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശകിരണം വളരെ ദൂരത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് എവിടെ വെച്ചാണ് നമുക്ക് പ്രതിബിംബം കിട്ടുക? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ എന്താണ്, എഫിനും 2Fനും എഫിനും ഇടയിലാണെങ്കിലോ നമുക്ക് എവിടെയാ കിട്ടുക? 2Fനും എഫിനും ഇടയിലാണെങ്കിൽ നമുക്ക് എവിടെയാ കിട്ടേനു?
2Fനും ഇടയിലാണെങ്കിൽ 2Fന്റെ അപ്പുറത്തായിട്ടാണ് അല്ലേ കിട്ടുക, 2Fന്റെ അപ്പുറത്തായിട്ടാണ് കിട്ടുക. 2Fലാണെങ്കിൽ നമുക്ക് എവിടെയാ കിട്ടുക, 2Fലാണെങ്കിലോ എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ടാണ് കിട്ടുക അല്ലെ, എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ടാണ് കിട്ടുക. പിന്നെയോ വസ്തു 2Fനപ്പുറം, 2Fന്റെ അപ്പുറമാണെങ്കിലോ എവിടെയാ കിട്ടുക, എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2Fന് അപ്പുറം അല്ലെ, 2Fന് അപ്പുറമായപ്പോൾ എന്താ കിട്ടിയത്, 2Fനും Fനും ഇടയിലായിട്ടാണ് കിട്ടിയത്. അതിന്റെ പ്രത്യേകതകൾ എന്താ, ചെറുതാണ്, തല കീഴായിട്ടാണ്, യഥാർത്ഥമാണ് അല്ലെ. ഇനി അടുത്തത് 2Fനും Fനും ഇടയിലാണെങ്കിലോ, 2Fനും Fനും ഇടയിലാണെങ്കിൽ 2Fന് അപ്പുറമായിരിക്കും അല്ലെ, 2Fന് അപ്പുറം ആയിരിക്കും, 2Fന് അപ്പുറമായിട്ടാണ് കിട്ടുക. ഇതിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും, എന്താണ്, 2Fനും Fനും ഇടയിലാണെങ്കിൽ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും, യഥാർത്ഥമായിരിക്കും അല്ലെ, യഥാർത്ഥമായിരിക്കും. പിന്നെ എന്താണ്, യഥാർത്ഥമായിരിക്കും, തല കീഴായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ, തല കീഴായിട്ടായിരിക്കും ഉണ്ടാവുക, വലുപ്പം കൂടിയവയായിരിക്കും അല്ലെ, എന്താണ്, വലുപ്പം കൂടിയതായിരിക്കും അല്ലെ, വലുപ്പം കൂടിയതായിരിക്കും, വലുപ്പം കൂടുതൽ ആയിരിക്കും. അപ്പൊ ഇത് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2Fലാണ് വെച്ചതെങ്കിൽ 2Fനും Fനും ഇടയിൽ, 2Fന് അപ്പുറത്താ വെച്ചതെങ്കിൽ 2Fനും Fനും ഇടയിൽ, 2Fനും Fനും ഇടയിലാണെങ്കിലോ 2Fന് അപ്പുറം. അപ്പൊ ഇത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുമല്ലോ അല്ലെ. 2Fന് അപ്പുറത്താണെങ്കിൽ Fനും 2Fനും ഇടയിൽ, 2Fനും Fനും ഇടയിലാണെങ്കിലോ 2Fന് അപ്പുറം അല്ലെ. ഇത് നേരെ ഇങ്ങനെയാണ് അല്ലെ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ, വലുപ്പം കൂടുതലായിരിക്കും ഇവിടെയോ വലിപ്പം കുറവാ, ചെറുതാണ്, ഇവിടെ ചെറുതാണ്, ഇവിടെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്ത 2Fലാ വെച്ചതെങ്കിലോ, 2Fൽ തന്നെയാണ് നമുക്ക് കിട്ടുക അല്ലെ, 2Fലാ വെച്ചതെങ്കിൽ 2Fൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അതിന്റെ എങ്ങനെയായിരുന്നു, സെയിം സൈസ് ആയിരുന്നു അല്ലെ, എന്താണ്, 2Fലാ വെച്ചതെങ്കിൽ എങ്ങനെയായിരുന്നു, സെയിം സൈസ് ആയിരുന്നു അല്ലെ, സെയിം സൈസ് ആയിരുന്നു. അതിന്റെ ഉത്തരം ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ, സെയിം സൈസ് ആയിരുന്നു അല്ലെ, സെയിം സൈസ് ആണ്. പിന്നെ എന്തായിരുന്നു, യഥാർത്ഥമാണ് അല്ലെ, യഥാർത്ഥമാണ്. പിന്നെ തല കീഴായിട്ടുമാണ് അല്ലെ, തല കീഴായിട്ടല്ലാണ്ട് നേരെ തന്നെ വരുന്നത് ഏതിൽ മാത്രമാണ്, എഫിനും ലെൻസിനും ഇടയിൽ വെച്ചാൽ മാത്രമേ നേരെ തന്നെ വരുന്നുള്ളൂ അല്ലെ. ഇനി Fലാണ് വെച്ചതെങ്കിലോ അനന്തതയിൽ അല്ലെ, വളരെ അകലെ അല്ലെ, ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ വലുതായിരിക്കും, തല കീഴായിട്ടാണ്, യഥാർത്ഥമാണ്. Fനും ലെൻസിനും ഇടയിലാണെങ്കിലോ, Fനും ലെൻസിനും ഇടയിൽ ആണെങ്കിൽ ഇതിന്റെ സെയിം സൈഡിൽ തന്നെയാണ് അല്ലെ, സെയിം സൈഡിൽ തന്നെയാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത് അല്ലെ. അതെന്താണ്, മിഥ്യയാണ് അല്ലെ, മിഥ്യയാണ്. യഥാർത്ഥമാണോ, അല്ല, മിഥ്യയാണ്. പിന്നെ എന്താണ്, ഇറക്റ്റുമാണ്. ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെ നേരെ നിന്നിട്ടുള്ളതാണ് അല്ലെ. തല കീഴായിട്ടാണോ, അല്ല, തല കീഴായിട്ടല്ല, നേരെ തന്നെയാണ് ഉള്ളത്. പിന്നെ വലിയ സൈസുമായിരിക്കും അല്ലെ, വലിയ സൈസുമായിരിക്കും, വലുതും ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. 2Fന് അപ്പുറമാണെങ്കിൽ Fനും 2Fനും ഇടയിലായിരിക്കും, 2Fനും Fനും ഇടയിലാണെങ്കിൽ 2Fന് അപ്പുറമായിരിക്കും. 2Fലാ വെച്ചതെങ്കിൽ 2Fൽ തന്നെ അല്ലെ. Fലാണെങ്കിലോ അനന്തതയിലായിരിക്കും. Fനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോഴാണ് മിഥ്യയായിട്ടുള്ളതും നിവർന്നതും പിന്നെ വലിപ്പം കൂടിയതും അല്ലെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പിന്നെന്താ, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്തത് നോക്കാനുള്ളത് കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേഖാചിത്രമൊക്കെ വരക്കുമ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലും തന്നെ വെച്ച് വരക്കുക. കാരണം സ്കെയിലൊന്നും ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പ്രതിബിംബം കിട്ടുക. അതുകൊണ്ട് സ്കെയില് നിർബന്ധമായിട്ടും ഉപയോഗിക്കുക രേഖാചിത്രം വരക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ വരച്ചതുപോലെ വളഞ്ഞും പൊളഞ്ഞും ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എടുക്കുക, ഞാൻ പറഞ്ഞത് ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.